ഹലോ കൂട്ടുകാരെ, ഇത് കോഴി നിറയ്ക്കാൻ പോവുകയാണ്. ഇത്രയും ചേരുവകളാണ് കോഴി നിറയ്ക്കുന്നതിലേക്ക് കായം തേക്കാൻ വേണ്ട ചേരുവകൾ. ഇത് നല്ലതുകൊണ്ട് മിക്സിയിലടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുക. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി എല്ലാം ഇട്ട് നല്ലവണ്ണം കുഴച്ച് കോഴി നല്ലവണ്ണം കായം തേക്കും. നല്ലവണ്ണം കായം തേച്ചതിന് ശേഷം 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കും. എത്രത്തോളം ഫ്രിഡ്ജിൽ വെക്കണോ അത്രത്തോളം നല്ലത്. പിന്നെ ഇതിൽ നിറയ്ക്കാനുള്ള ചേരുവകളാണ് ഇതെല്ലാം. പിന്നെ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കായം, ഉള്ളി വഴച്ചിയതും കോഴിമുട്ട പുഴുങ്ങിയതും അതിലിട്ട് നിറച്ച് വെക്കും. എന്നിട്ട് ടൂപ്പിക്ക് കൊണ്ട് കുത്തിയിട്ട് വെക്കുക. കാല് നൂല് കൊണ്ട് കെട്ടുക. ടൂപ്പിക്കിട്ട് കുത്തുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് തുറന്നു പോകാത്ത തോതിൽ നമ്മൾ കെട്ടേണ്ടതാണ്, ടൂപ്പിക്ക് കുത്തേണ്ടതാണ്. വേവ് നേരം കാല് തൈ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാല് കെട്ടി വെക്കുന്നത്. കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിലടിച്ചിട്ട് എടുത്തിട്ട് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 2 സൈഡും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ക്യാപ്സിക്കം, തക്കാളി, വലിയ ഉള്ളി എല്ലാം ഇട്ടിട്ടൊന്ന് വഴച്ചിട്ട് ആ കോഴിൻ്റെ വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് സോസ് ഒഴിച്ചിട്ട് ഉപ്പിട്ട് പാകത്തിന് ഉപ്പിട്ടിട്ട് അതിലേക്ക് കോഴി വെച്ചിട്ട് അണ്ടി കുറച്ച് മിക്സിയിലടിച്ചിട്ട്, അണ്ടി കുറച്ച് വെള്ളത്തിലിട്ടൊക്കെ വന്നിട്ട് മിക്സിയിലടിച്ചിട്ട് ഈ കായത്തിലേക്ക് ഇട്ടിട്ട് കോഴി ഒന്ന് സിമ്മിലാക്കിയിട്ട് അതിൽ വെച്ചിട്ട്